എടോ ജോൺ വൈദ്യ, ആനയെ പേടിക്കാത്തവൻ ആനപ്പിണ്ടത്തെ പേടിക്കുമോ? തേവലക്കരയിൽ മരുമകളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ ഏലിയാമ്മയുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ വൈഫ് ഓഫ് ബെന്യാം വൈദ്യൻ എന്ന് കണ്ടതിനാലും FIR-ലടക്കം ആ പരാമർശം വന്നതിനാലും ഞങ്ങൾ നൽകിയ ആദ്യ വീഡിയോയിൽ വൈദ്യൻ കുടുംബാംഗമായ ഏലിയാമ്മ എന്ന് ഞങ്ങൾ കൊടുത്തിരുന്നു. ഈ വാർത്ത വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തേവലക്കരയിൽ നിന്നും ചെറിയാൻ വൈദ്യൻ എന്ന് പരിചയപ്പെടുത്തി ഒരു വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ മാന്യമായാണ് എന്നോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഏലിയാമ്മ വൈദ്യൻ കുടുംബാംഗമല്ല, വൈദ്യൻ കുടുംബാംഗമായിരുന്ന ബെന്യാം വൈദ്യൻ എന്ന അച്ചായൻ്റെ 2ാം വിഭാഗത്തിലെ ഭാര്യയായിരുന്നു ഏലിയാമ്മയെന്നും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ ഇവരെ ഉപേക്ഷിച്ച് ബംഗളൂരുവിലുള്ള മക്കളുടെ അടുത്തേക്ക് പോയി അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി എന്നും പറയുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞത്, ഇങ്ങനെയൊരു വാർത്ത വന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വലിയ മാനസിക വിഷമം ഉണ്ടാക്കി, അതുകൊണ്ട് ഈ കാര്യം കൂടി ഒന്ന് പരാമർശിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് വളരെ മാന്യമായി അദ്ദേഹം അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങളത് ചെവിക്കൊണ്ടു. ചെറിയാൻ വൈദ്യൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. പിന്നീട് അപ്രകാരം ഒരു പരാമർശം ഞങ്ങൾ നൽകിയിരുന്നുമില്ല. ഇതിൽ കുടുംബപ്പേരിനോ വ്യക്തിമഹിമയ്ക്കോ ഒന്നുമല്ല ഞങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നത്. 82-കാരിയായ ഒരു വൃദ്ധമാതാവിനെ അധ്യാപികയായ മരുമകൾ ഉപദ്രവിക്കുക മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും മർദ്ദിക്കുന്നു എന്ന പ്രവൃത്തിക്കാണ്. ഒരു അമ്മയുടെ നേരെയും ഒരു മക്കളും മരുമക്കളും കൈവക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് പരമ്പരകളായി ഞങ്ങൾ ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ തേവലക്കരയിൽ നിന്നും ജോൺ വൈദ്യൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി. നീ വൈദ്യൻ കുടുംബത്തെ അപമാനിക്കുമോടാ എന്ന് ചോദിച്ച് എന്നെ ചീത്ത വിളിക്കുകയും കൊന്നുകളയുമെന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. ആദ്യമൊക്കെ ഞാൻ അല്പം ക്ഷമിച്ച് കേട്ടിരുന്നുവെങ്കിലും തെറിവിളി കടുപ്പം കൂട്ടിയപ്പോൾ ഞാനും കാര്യമായി തിരിച്ചു കൊടുക്കേണ്ടി വന്നു. 2025 പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മുട്ടൻ തറികൾ എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ എന്നെ തെറിവിളിച്ച് തോൽപ്പിക്കുവാൻ ജോൺ വൈദ്യൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, പരാജയപ്പെടുകയാണ്. ജോൺ വൈദ്യനുമായുള്ള ആ സംഭാഷണ ശകലം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. സുനിലാണോ? അതെ, എന്റെ പേര് ജോൺ വൈദ്യൻ എന്നാണ് പേര്. ജോൺ വൈദ്യൻ. നിങ്ങൾ ഈ വൈദ്യന്മാരെ പറ്റി എന്ത് ഈ പറയുന്നത്? ആരെ കുറിച്ചാ? തേവലക്കര വൈദ്യന്മാരെ പറ്റിയുള്ള ഡീറ്റെയിൽ എന്താ? നിങ്ങൾ ഇത് ആരാ ഈ പറഞ്ഞു തന്നെ? പോണാ വെച്ചിട്ട് തോന്നിയാസം പറയാത്. നിനക്ക് വൈദ്യന്മാരെ പറ്റി പറയാൻ എന്തുവാ? നീ യൂട്യൂബിൽ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങൾക്കൊന്നുമില്ലടാ. നീ എവിടുന്നാടാ വന്നത്? നീ ഓർത്തഡോക്സ് നിനക്ക് കൊമ്പുണ്ടോ? തേവലക്കരയിലെ വൈദ്യന്മാർക്ക് കൊമ്പുണ്ടോടാ? ഈ ഓർത്തഡോക്സ് യാക്കോബയും തമ്മിൽ പിന്തിരിപ്പിക്കാൻ നീ പലരും ശ്രമിക്കുന്നവനില്ലോടാ. അതിന് നിനക്കെന്താടാ കുഴപ്പം? നിനക്കെന്താ കുഴപ്പം? വൈദ്യൻ കുടുംബത്തിലെ ഒരു അംഗമല്ലടാ ആ അമ്മയെ കെട്ടിയത്. ആണെങ്കിൽ നിനക്കെന്തോ വേണോടാ? ആണെങ്കിൽ നിനക്കെന്തോ വേണം? അതല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ വീട്ടിൽ വൈദ്യൻ കുടുംബത്തിലെ ബെന്യാമീൻ എന്ന് പറയുന്ന ഒരു അച്ചായനാണ് കെട്ടിയെന്നല്ലടാ പറഞ്ഞത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണ് ഈ യൂട്യൂബിൽ മറ്റേ പറയുന്നത്? വൈദ്യൻ കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ ആവട്ടാ. വൈദ്യന്മാർക്ക് എന്നാ കൊമ്പുണ്ടോ? എടാ നിന്റെ കുണം അറിയിട്ടാ, നിന്റെ വൈദ്യൻ കുടുംബത്തിന്റെ കുണം. നീ ചാനലിനെ കൊണ്ട് നിന്നെ അടിച്ചു പൊളിച്ച് നശിക്കാവൂ. എന്നെ നീ വെച്ചിട്ടോ? നീ എനിക്ക് വേറെ പണിയില്ലേ? തള്ള തല്ലുന്നവനെ പോടാ വെച്ചിട്ട് പെട്ടെന്ന് തല്ലാൻ വിട്ടു കൊടുക്കുന്ന നിന്റെ കുടുംബം പറയുന്നോ? പെറ്റ തള്ള ചവിട്ടി കൂട്ടാനായിട്ട് കൊടുക്കുന്ന നീയാടാ നിന്റെ കുടുംബത്തിന്റെ മഹത്വം പറയുന്നത്. തേവലക്കരക്കാരെ പറ്റി പറയാ. നീ ആരാടാ? തേവലക്കരക്കാരുടെ കുടം നാട്ടുകാരിട്ടാ. ജോൺ വൈദ്യനോടാണ് ഏലിയാമ്മയുടെ ഔദ്യോഗിക രേഖകളിലും പോലീസ് FIR-ലും അടക്കം വൈഫ് ഓഫ് ബെന്യാം വൈദ്യൻ എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായി അപ്രകാരം കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ. വൈദ്യൻ കുടുംബാംഗമായ ബെന്യാം അച്ചായൻ പോയി ഇങ്ങനെ ഒരു സമ്മതം കൂടുകയും രഹസ്യമായി ഉപേക്ഷിക്കുകയും പിന്നെ ഒന്നും അറിയാതെ ബംഗളൂരുവിൽ പോയതും നാട്ടുകാരറിഞ്ഞത് തനിക്ക് കുറച്ചിലായിപ്പോയോ? ജോണെ, നിനക്കൊന്ന് ബെന്യാം വൈദ്യൻ അച്ചായനെ ഒന്ന് ഉപദേശിക്കാമായിരുന്നില്ലേ? ഈ വലിയ വൈദ്യൻ കുടുംബാംഗം 2ാം കെട്ട് കെട്ടി ആ ഭാര്യയെ കളയാതെ കൂടെ താമസിപ്പിക്കുകയായിരുന്നുവെങ്കിൽ മരുമകൾ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുമായിരുന്നു. നാട്ടുകാർ വന്ന് നിന്റെ അടുക്കളയിൽ കയറി വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുമായിരുന്നു. നിന്റെ വൈദ്യനച്ചായൻ ഈ കന്നന്തിരിവ് കാണിച്ചിട്ട് പോയത് കൊണ്ടല്ലേ ആ അമ്മയ്ക്ക് ഈ അവസ്ഥയുണ്ടായത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോരെ വിരട്ടൽ. നിന്റെ പേരിൻ്റെ അറ്റത്തുള്ള വൈദ്യൻ എന്ന വാക്കിൻ്റെ മുഴുപ്പ് കണ്ട് നിന്റെ ഭാര്യ ചിലപ്പോൾ പേടിക്കുമായിരിക്കും. നിന്റെ കുടുംബപ്പേര് കേട്ട് കളസത്തിൽ പെടുക്കുന്നവരല്ല ഞങ്ങൾ. ആനയെ പിടിക്കാത്ത ഞങ്ങൾ ആനയുടെ പിണ്ടം കണ്ടാൽ പേടിക്കുമോ ജോണെ? അതുകൊണ്ട് നിന്റെ വിരട്ടലൊക്കെ അടുക്കളയിൽ വെച്ചാൽ മതി, പുറത്തേക്ക് വേണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ചെറിയാൻ വൈദ്യൻ്റെ വാക്കുകൾ കേട്ട് കോട്ടയത്തു നിന്നും ഞങ്ങളെ വിളിച്ച സാറാമ എന്ന വീട്ടമ്മയുടെയും ജോമോൻ എന്ന തേവലക്കര സ്വദേശിയുടെയും വാക്കുകൾ കേൾക്കാം.
അമ്മയെ അടിക്കുന്നതിന്റെ അല്ല, ഞാനത് വീഡിയോ കണ്ടായിരുന്നു. ഇപ്പൊ അതിനകത്ത് വേറൊരാള് ആ അമ്മയും മകനെയൊക്കെ കുത്തി ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ഞാൻ കേട്ട്. പക്ഷേ നമ്മുടെ ഈ ലോകപ്രകാരം നമ്മൾ നോക്കുമ്പം ആരുടെയും കുറ്റവും കുറവോ അച്ഛൻ കുടുംബമോ അമ്മ കുടുംബമോ അല്ലെങ്കിൽ വൈദ്യം കുടുംബമോ ഒരു കുടുംബവും നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വാർദ്ധക്യത്തിലൊരു മാതാവിനെ ഇത്രയും ദേഹോദ്രവം ചെയ്യുന്ന സ്ത്രീയോടുള്ള പ്രതികാരം എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനും ഒരു അമ്മയെ നോക്കുന്നു. എൻ്റെ അമ്മ 98 വയസ്സുണ്ട്. എനിക്ക് ആങ്ങളമാരൊന്നുമില്ല, ഞാൻ മാത്രം നോക്കുന്നതാണ് എൻ്റെ അമ്മയെ. ഇവിടെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ അമ്മ. ഞാൻ 98 വയസ്സുണ്ട്. ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ ഈ സമൂഹം പറയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സമൂഹം പല രീതിയിൽ സംസാരിക്കും. കാരണം അതൊന്നും നമ്മൾ നോക്കണ്ട. ആ വാർദ്ധക്യത്തുള്ള അമ്മ എന്തിനു തല്ലി അത് മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് അത് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അച്ഛൻ്റെ കുടുംബം അമ്മയുടെ കുടുംബം വൈദ്യം കുടുംബം അത് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഏതെല്ലാം കുടുംബങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. സമൂഹത്തിന് വേദനിക്കാത്ത രീതിയിൽ ഒരു പ്രതികരണമാണ് നമ്മളൊക്കെ ഇത് ആവശ്യപ്പെടുന്നത്. ഞാൻ ചെയ്യട്ടെ, പണ്ട് നമ്മുടെയൊക്കെ അപ്പന്മാരുടെ അമ്മമാരുടെയൊക്കെ ഭയങ്കര കുടുംബങ്ങളായിരുന്നു. ആനയും അമ്പാരിയും വെച്ച് വളർന്ന കുടുംബങ്ങളാണ്. ഇന്നെല്ലാം കഞ്ചാവും കള്ളും ചാരവും കുടിച്ചും ബാക്കിയുള്ള കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്ന തലമുറകളാണ്. നമ്മൾ ഈ കുടുംബത്തെ നോക്കേണ്ട കാര്യമാണ്, അത് കഴിഞ്ഞ കാര്യം. ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷേ നാളത്തെ കാര്യം ചിന്തിക്കേണ്ട, കഴിഞ്ഞ കാര്യം ചെയ്യും. ആ അമ്മ എന്തിനു തല്ലി? എന്തോന്നോ ആയിക്കോട്ടെ, അവർക്ക് അത്രയും സാമ്പത്തികം കൊടുത്തൊരു വീടല്ലേ, ഈ ഭയങ്കരമായ വീട് എല്ലാ സൗകര്യവും ഉണ്ട്. അന്നേരം ആ മാതാവിനെ എല്ലാവരും അവർക്ക് നോക്കാൻ എനിക്ക് ഒരു ജോലിക്കാരെ വെച്ച് നോക്കണം. എത്രയോ മദ്യപിക്കുന്ന കഞ്ചാവ് കുടിക്കുന്ന ആണുങ്ങളൂടെ കാര്യമായിട്ട് താമസിക്കുന്നേ. എന്ന് പറഞ്ഞ് ഈ മാതാവിനെ ഇങ്ങനെ ഉപദ്രവിച്ചാൽ കൊള്ളാവോ? ഞാനും നോക്കുന്നുണ്ട്. 98 വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ 100 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ സംരക്ഷിക്കുന്നു പുള്ളിക്കാരത്തെ. ഈ കുടുംബമഹിമ നോക്കണ്ട. പണ്ടത്തെ കാലത്ത് മാനവും മര്യാദയും അടക്കവും ഒതുക്കമുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലാത്ത കാലം. അപ്പൊ അമ്മയെ തല്ലിയത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്തിനാ കുടുംബം നോക്കുന്നേ? കുടുംബം അങ്ങനെ പല കുടുംബങ്ങളും ഉണ്ടെന്ന്. എത്രയോ ഉന്നത കുടുംബങ്ങളും ക്ഷയിച്ച് ഇങ്ങേറ്റം പറ്റിയ കാലങ്ങളായിരുന്നു. എന്ത് മര്യാദയുണ്ടെന്ന് സമൂഹത്തിന്? വല്ല മര്യാദയുണ്ടോ? നമ്മൾ ഓരോന്നും മാധ്യമങ്ങളെ കണ്ട് മനസ്സുപോലും മരവിച്ചിരിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ആ അമ്മ ഇത്രയ്ക്ക് ഓനെ തള്ളി ഇടുന്നത് ഞാൻ കണ്ടു. എൻ്റെ നെഞ്ചന്നേരം ഇടിക്കുന്നത് പോലെ തോന്നി. കാരണം അത്രയും പ്രായമുള്ളവർ അന്ന് 10 മാസം ചുമന്നുകൊണ്ട് നടന്ന് പെറ്റ് വളർത്തി ഇത്ര ഒരു മോനെ കൊടുത്ത ആ തള്ളയെ നോക്കാൻ ഇനി അവളെ അടിച്ച് പുറത്ത് കളയണം. ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ കയറ്റല്ല അവളെ. ഇനി അവളെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കാം. ആ വീട്ടിൽ കയറ്റുകയും ചെയ്യല്. ആ വീട്ടിനകത്ത് അമ്മയെ നോക്കാനോ ആ ഭർത്താവിനെ നോക്കാനോ കൊച്ചുങ്ങളെ നോക്കാനോ അവളെ കയറ്റല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഭയങ്കര ക്രൂരത. ഇതിന് ഇന്നത്തെ നല്ല തക്കതായ ഒരു ശിക്ഷ കൊടുത്തില്ലേ നാളെ നമ്മുടെ വാർദ്ധക്യത്തിലോട്ട് തന്നെ നമ്മുടെ മൊത്തവും കഷ്ടകാലങ്ങളാണ്. അതറിയാമോ? നമ്മുടെ മൊത്തവും അവസാനം ഇതുപോലെ മണ്ണ് കപ്പണ്ടുന്ന സമയങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ക്രിമിനലുകളായിപ്പോയി പിള്ളേരായാലും ഏത് സമൂഹം ഏത് നോക്കിയാലും മാതാപിതാക്കളെ വെറും അവജ്ഞയാണ് അവർക്ക്. മുതലും മകയും എല്ലാം വേണം. ഞാൻ ചോദിട്ടെ, ഈ മുതലെങ്ങനെ വന്നു? ഈ 10 മാസം ഒരു മാതാവ് ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു പറഞ്ഞ് എന്തെല്ലാം കഷ്ടം സഹിച്ച് പ്രസവിച്ച് അതിനെ വളർത്തി കാലും കൈയും വളരുന്നു നോക്കി കുത്തിയിരുന്ന് ഏത് കഞ്ചാവുടിയനായിട്ട് അവൾക്ക് വേണ്ടെങ്കിൽ അവൾ കളഞ്ഞിട്ട് പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവൾക്ക് വേണ്ടെങ്കിൽ അവളങ്ങ് കളഞ്ഞിട്ട് പോകണം. ഇവളെന്തിനാ അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് ഇവളാത്തന്നെ ഉപദ്രവിക്കുന്ന എന്തോത്തിനാ? അതല്ലേ അവൾക്കുള്ള മാന്യത? അവൾക്ക് ജോലി ഉണ്ടല്ലോ, അവൾ വേറെ പോയി ജീവിക്കണം. അങ്ങനെ അങ്ങ് ക്രൂരമായിട്ട് ചെയ്താൽ കൊള്ളാമോ? കഷ്ടമല്ലേ അത് ചെയ്യുന്നത്? നമുക്ക് അമ്മമാരുണ്ട്. ഞാൻ എൻ്റെ അമ്മ പോകുന്ന കേട്ടോ. എൻ്റെ അമ്മ കിടക്കും. അമ്മ എപ്പോഴും ഇങ്ങനെ നടന്ന് വിളിച്ചും പറഞ്ഞും കിടക്കുക. ഞാൻ സഹിച്ചിരാവും പോലും ഞാൻ നോക്കുന്നില്ല, ഉറക്കം പോലും ഇല്ലാതെ. അതെൻ്റെ അമ്മ, അതുകൊണ്ട് ഞാൻ നോക്കുന്നു. പക്ഷെ എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയമ്മയും മരുമോളും എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം 104 വയസ്സുള്ള ഒരു അമ്മായിയമ്മ എൻ്റെ മൂത്ത ഏട്ടത്തിക്കുണ്ട്. മറ്റേക്ക് 85 വയസ്സുള്ള. അങ്ങനെ എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ട്. ആ 105 വയസ്സുള്ള ആ അമ്മച്ചി ഒന്ന് നോക്ക്, ആ മരുമോള് നോക്കുന്നേ. അവരൊക്കെ മനുഷ്യരല്ലയോ? ഇവക്ക് നല്ല അട്ടി ചാട്ടവാറ് വെച്ചിട്ട് അരച്ചുവാല് വെച്ച് നല്ല അട്ടി ഇവക്ക് കൊടുക്കണം കേട്ടോ. അതാ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പം ഈ ബോംബെക്കാരി ഗജപോക്കിരി ഏലിയാമ്മ വൈദ്യൻ കുടുംബാംഗം മകൻ കള്ളും കഞ്ചാവും ഉള്ള രീതിയിലൊരു അപ്ലോഡ് ചെയ്തിട്ടില്ലേ സാറേ? അതായത് ഇപ്പൊ ആ കോളർ പറഞ്ഞത് മുഴുവൻ വിഷം അടിക്കുകയല്ലേ ചെയ്തത് അയാള്. ഇപ്പം സാറിനോട് പുള്ളി വൈദ്യൻ കുടുംബത്തിലെ ആളാണ്. വൈദ്യൻ കുടുംബത്തിന് പേരുദോഷം തോന്നിയത് കൊണ്ടാണല്ലോ പുള്ളി ആ കോൾ ചെയ്തിട്ട് കുറച്ച് വിശദീകരണം തരാൻ നോക്കിയത്. പിന്നെ ഈ പെങ്കൊച്ച് ബോംബെയിലായിരുന്നുള്ളതും പിന്നെ ഇത് ഈ പയ്യനെ കുറിച്ച് പറഞ്ഞതും പിന്നെ ആ ചേട്ടത്തിയെ കുറിച്ച് പറഞ്ഞതും എല്ലാം തന്നെ പുള്ളി ഒരു നാട്ടുംപുറത്ത് അടിക്കുന്ന ഒരു വിഷമല്ലേ വേറൊരു രീതിയിൽ പിന്നെ സംസാരിച്ചത്. അവനവരുടെ കുടുംബത്തെ ന്യായീകരിക്കാൻ വൈദ്യൻ കുടുംബം അല്ല എന്ന് പറയാനുള്ള ഒരു ന്യായീകരണത്തിന് വേണ്ടി വിളിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് കുടുംബപ്പേര്, എന്താണ് ഈ കുടുംബപ്പേരിനൊക്കെ എന്താണ് കാര്യമിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട് അതിന്റെ അകത്ത്. യഥാർത്ഥത്തിൽ ആ പുള്ളിക്കാരൻ പറഞ്ഞതിലൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. ശരിയാണെങ്കിലും
ശരിയാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. കാരണം പുള്ളി പറഞ്ഞതിന്റെ അത് തന്നെ ഒത്തിരി വൈരുദ്ധ്യമുണ്ട്. അവര് വൈദ്യൻ കുടുംബാംഗമല്ല എന്ന് അവരുടെ കാരണം അവർ പറഞ്ഞതിനകത്തും അവരുടെ നമ്മള് എല്ലാ ഭാഗവും കേൾക്കണല്ലോ. നമ്മൾ ഇത്രയും ഒരു ഭാഗം കൊടുത്തു, ഇനി അന്നേരം അവര് പറയുന്നു ഞങ്ങളുടെ കുടുംബാംഗം അല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം ഇതുപോലെ വിവാഹം കഴിച്ചു, വിവാഹം നടത്തി എന്നൊരു പറയുന്നൊരു ഫാക്ട് അല്ലേ അത്? അല്ല, അതിൽ സാറിന് അറിയത്തില്ല സാറേ കാര്യങ്ങൾ ഇതിന്റെ അകത്ത്. അദ്ദേഹം പറയാം വൈദ്യൻ കുടുംബത്തിലെ ഒരാള് ഏലിയാമ്മ എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്തു. ഈ വിവാഹം ചെയ്ത ആളുടെ രണ്ടാമത്തെ വിവാഹമാണ്. ഈ രണ്ടാമത്തെ വിവാഹത്തിൽ അയാൾ ഡിവോഴ്സ് ചെയ്തു. ഈ അപ്പ എന്താണ് ഈ വൈദ്യൻ കുടുംബം? അതിലെന്ത് ക്വാളിറ്റി ഉള്ളത്? നമുക്കിപ്പം വൈദ്യൻ കുടുംബത്തെ വാഴ്ത്തിപ്പാടുകയോ അവരെ താത്തിക്കെട്ടുകയോ എന്നുള്ളത് അത് കേൾക്കുന്ന താങ്കൾക്ക് തോന്നുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ലോജിക്ക് അതിനകത്ത്. നമ്മൾ അതിനകത്ത് എടുത്തിട്ട് നമ്മൾ പിന്നെ അയാളുമായിട്ട് ഞങ്ങളുടെ നടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ലേ? അപ്പൊ താങ്കൾക്ക് മനസ്സിലായ പോലെ തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രേക്ഷകർ. ഒന്ന് ഇത് പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള സാധനം തന്നെയാ പറയുന്നത് ഗജപോക്രി. ഉറപ്പായിട്ടും അന്നേരം അത് ഒന്ന് കൊടുത്തേക്കുന്നു. 2 വൈദ്യൻ കുടുംബാംഗമല്ല എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഇവൻ മദ്യപാനിയാണ് എന്നുള്ളത്, ഇത് 3 കാര്യമല്ലേ? അല്ല സാറേ, ഈ രണ്ടാമത് വിവാഹം ചെയ്ത ആളിൽ നിന്ന് ഉണ്ടായ ഒരു ആങ്കൊച്ചുണ്ടല്ലോ അവിടെ, അവൻ വൈദ്യൻ കുടുംബല്ലേ? അവന്റെ അപ്പൻ വൈദ്യൻ കുടുംബം, അവൻ വൈദ്യൻ കുടുംബല്ലേ? ഇപ്പം അവർക്ക് അതിൽ കുട്ടിയുണ്ടോ? ആ ബന്ധത്തിലുണ്ടായ ആങ്കൊച്ചാണ് എന്ന് ഇരിക്കെ ആണെങ്കിൽ വൈദ്യൻ കുടുംബമാണോ? ഏലിയാമ്മ വൈദ്യൻ കുടുംബമാണോ? ആ മനുഷ്യൻ, ആ കോളർ ഭയങ്കര സാമൂഹ്യ വിരുദ്ധനായ ഒരു മനുഷ്യനാണ്. എന്റെ കുടുംബം കേമമാണ്, ഞങ്ങൾ വലിയ പുള്ളികളാണെന്ന് പുള്ളി ശ്രമിച്ചു. പക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.